സദക്കയുടെ 7 പ്രധാനപ്പെട്ട മഹത്വത്തെ കുറിച്ച് പറയുന്ന വീഡിയോ. ഒന്നാമത്തെ മഹത്വം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കോപം തടയും സദക്ക കൊടുക്കുക. അതായത് അള്ളാഹുവിന്റെ കോപം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പൊ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് നമ്മൾക്ക് ഒരു കാവലാണ് ഈ സദക്ക കൊടുക്കുക. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു കോപിക്കുന്നതിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു തടയാണ് എന്ത് സദക്ക കൊടുക്കാൻ. രണ്ടാമത്തേത് ഖബറിൽ നമ്മൾക്ക് രക്ഷക്ക് സദക്ക എത്തും. ഖബറിൽ രക്ഷക്ക് എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നാളെ മഹ്ശറയിൽ നിങ്ങൾ ഓരോരുത്തരും അവരവർ കൊടുത്ത സദക്കയുടെ തണലിലായിരിക്കും. നമ്മൾ സദക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തണൽ നമുക്ക് ലഭിക്കും എന്തായാലും. അതുപോലെ തന്നെ ഖബറിലെ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ, ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും നിങ്ങളെ സദക്ക സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് ആഖിബത്ത് നന്നാവും. അതായത് മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ സദക്ക കൊടുക്കുക. കാരണം അത് ദുർമരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മൾക്ക് സദക്ക നമ്മൾ തടയുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാലാമത്തേത് മാരകമായ രോഗങ്ങളെ തൊട്ട് കാവലാണ് സദക്ക. സദക്ക കൊടുക്കുന്നവർക്ക് മാരകമായ രോഗം വരുന്നതിൽ കാവലാണ്. ഇപ്പൊ മരുന്നില്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതിൽ നിന്ന് തടയാണ് സദക്ക കൊടുക്കാൻ. അഞ്ചാമത്തേത് മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. അതായത് രാവിലെ എല്ലാ ദിവസവും 2 മലക്കുകൾ ഒന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുവേ സദക്ക കൊടുക്കുന്ന ആൾക്കാർക്ക് നീ അനുഗ്രഹം അതിന് ഇരട്ടിയാക്കി കൊടുക്കണമേ, അതുപോലെ സദക്ക കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്ന ആൾക്കാരെ നീ നശിപ്പിക്കണമെന്ന് 2 മലക്കുകൾ എപ്പോഴും പറയും. അപ്പൊ സദക്ക കൊടുക്കുന്ന ആൾക്കാർക്ക് അത് അല്ലാഹുവിന്റെ മലക്കിന്റെ പ്രാർത്ഥന ലഭിക്കും. അതുപോലെ ആറാമത്തേത് സമ്പത്തിൽ വർധനവ് ലഭിക്കും. നമ്മളിങ്ങനെ സമ്പത്ത് ഇപ്പൊ 10 രൂപ എൻ്റെ ഉണ്ട്, ഒരാള് സദക്ക ഇങ്ങനെ അടുത്തേക്ക് വന്നു 5 രൂപ കൊടുത്തു, നമ്മൾ വിചാരിക്കുന്ന 5 രൂപ നമ്മളിന്ന് മൈനസ് ആയി. പക്ഷെ മൈനസ് അല്ല ആവുന്നത്. ആ 5 രൂപ കൊടുത്തതിന് പകരം നിങ്ങൾക്ക് അള്ളാഹു ഇത്ര അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് പൈസ ആകാശം തരുമെന്നല്ല, നിങ്ങൾക്ക് തരും. അത് വേറെ നിങ്ങൾ അറിയാതെ രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ആക്സിഡന്റ് ആയി വണ്ടി പോയി 3000 രൂപ നിങ്ങൾ ചെലവാക്കുന്നത് അള്ളാഹു രക്ഷപ്പെടുത്തും. 3000 രൂപ സേവ് ആയില്ലേ. നിങ്ങൾക്ക് രോഗം വരുന്നതിന് അള്ളാഹു സേവ് ചെയ്യും. വേറെ അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് 5 രൂപ കൊടുത്തതിന് പകരം അള്ളാഹു 5000 രൂപ ലാഭം നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ അറിയില്ല. നിങ്ങൾ വിചാരിക്കുന്ന നഷ്ടമാണ്, പക്ഷെ നഷ്ടമല്ല. നിങ്ങൾ സദക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു അതിന്റെ എല്ലാ സമ്പത്തിന്റെ ബർക്കത്തും റഹ്മത്തും എല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. കൊടുത്തവർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ കാണുന്നത്. സദക്ക കൊടുക്കുന്നവർ കൊടുക്കാത്തവർ ഇപ്പോഴും അങ്ങനെ പിശുക്ക് ഇല്ലല്ല പാടിക്കൊണ്ടുണ്ട്. അത് അങ്ങനെയാണ്. അത് സദക്ക കൊടുക്കുന്നതിന്റെ ഒരു മഹത്വം കൂടിയാണ് സമ്പത്തിൽ വർധനവ് ലഭിക്കും എന്നുള്ളത്. അതേപോലെ 7ാമത്തേത് സദക്ക നമ്മളെ നരകാഗ്നിയിൽ നിന്ന് തടയും. നരകത്തിൽ നിന്ന് ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് റസൂലുള്ള പറഞ്ഞു. കാരക്കയുടെ കഷ്ണം കൊടുത്ത് നമ്മൾ അത്രയും മഹത്വമുണ്ട് നരകത്തിൽ തടയുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു 10 ദിർഹം അല്ലെങ്കിൽ 20 ദിർഹമിൽ എത്ര മഹത്വം ഉണ്ടാവും അല്ലെ സ്വർഗത്തിൽ. അതാണ് നമ്മളെ സ്വതക്ക. നമ്മൾ അവസാന സമയത്ത് നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹിനോട് 1 മിനിറ്റ് ചോദിക്കുന്ന എന്തിനറിയോ? ഞാൻ നിസ്കരിച്ചോളാം, ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ഞാൻ സ്വതക്ക കൊടുത്തോളാം. 1 മിനിറ്റ് 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഒരുപാട് നന്മകൾ അരിക്കൂട്ടാനും ഖബറിൽ രക്ഷയിൽ കിട്ടാനും നരകത്തിൽ തടയാനും പറ്റുന്ന 1 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ദുനിയാവിലെ ഒരേ ഒരു അമല് അത് സ്വതക്കയാണ്. അത്രയും മാത്രമുണ്ട് സ്വതക്ക. നിസ്കരിച്ചാൽ ചിലപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവില്ല, ശരിയാണ്. പക്ഷേ സ്വതക്ക നമ്മൾ കൊടുക്കുന്നത് ആരും കാണാതെ അള്ളാഹുവിന്റെ തൃപ്തിക്ക്, അവിടെ നീയത്തും സ്ട്രോങ് ആണ് അവൻ്റെ. അപ്പോൾ അത് സ്വതക്കനുള്ള മഹത്വം വേറെ ഒരു ഭാഗത്തിനില്ല. അപ്പം നമ്മൾ മാക്സിമം ഈ റമളാനിന് ശേഷം സ്വതക്ക കൊടുക്കുന്ന ഒരു അവസരം പാഴാക്കരുത്. ആരൊക്കെ എന്തൊക്കെ ചാരിറ്റി റമളാനിൽ വരുന്നു, നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കുക. ഒരു പിശുക്കും കാണിക്കണ്ട. നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ട്, ഉസ്താമാർ വന്നിട്ടുണ്ട്, വിളിക്കണ്ട. നിങ്ങളെ കയ്യിലുള്ളത് നിങ്ങൾ കൊടുക്കുക. അതിൽ കൊടുത്തതിന് റബ്ബ് പ്രതിഫലം തരും. അതേപോലെ തന്നെ അതിനെ മുതലാക്കാൻ കുറേ ആൾക്കാരിവിടെ വരുന്നുണ്ട്, ഉള്ളവർ വരുന്നുണ്ട്. എൻ്റെ വീട്ടിൻ്റെ തറ ശരിയാ ഇതായിട്ടുണ്ട്, എൻ്റെ 2ാമത്തെ ബിൽഡിങ്ങിൻ്റെ പണി, അതിനെല്ലാം ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വതക്ക കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ വീട് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക്, നമ്മൾ പോലെ ആൾക്കാർക്ക് വീടില്ല, അങ്ങനെയല്ല പിരിവിന് വരുന്ന മുതലാക്കുന്ന. പിന്നെ ഇതിൻ്റെ ഇതന്നെ ഉണ്ട്, ഒരു സംഘടനയുണ്ട്, യാചകന്മാരെ ഓരോ റമളാനാകുമ്പോൾ ജീപ്പിൽ കൊണ്ട് ഇറക്കിയിട്ട് പൈസ ഉണ്ടാക്കുന്നു. ഇന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയല്ല, നിങ്ങൾ വന്നിട്ട് പള്ളിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് പൈസ, അത് വലിയ തെറ്റാണ്. നാളെ യാചകന്മാർ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഭയങ്കര ശിക്ഷ, കഠിനമായ ശിക്ഷ അങ്ങനെ ഉണ്ട്. അപ്പോൾ യാചിച്ച് വേണ്ട ഒന്നല്ല സ്വതക്ക. അർഹതപ്പെട്ടവർക്ക് നമ്മൾ പോയി കൊടുക്കണം. അർഹതപ്പെട്ടവരാണെങ്കിൽ അത് അള്ളാഹ് അവരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കും, അവരെ സഹായിക്കണം എന്നുള്ളത്. അല്ലാതെ മുതലാക്കാൻ വേണ്ടി നിങ്ങൾ വരരുത്. സദക്ക ചോദിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, അരി ഭക്ഷണം അല്ല 2-3 നേരത്ത് ഭക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കുട്ടികളുടെ ഡ്രസ്സിന് ബുദ്ധിമുട്ടുണ്ട് എന്ന അവസ്ഥയിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്താക്കുക, ബുദ്ധിമുട്ട് പറ. അല്ലാതെ വീട് ശരിയാക്കണം, റോഡ് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് സ്വതക്ക മേടിക്കേണ്ട. ആർക്കും എത്തിക്കല്ല, അതിനെ മുതലാക്കാനും പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ UAE അത് നിഷിദ്ധമാണ്, അവിടെ ഹറാമായി, അത് ആരും കൊടുക്കരുതെന്ന് പോലും പറയുന്നുണ്ട്. യാചകന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല UAE പോലുള്ള രാജ്യങ്ങളെന്ന് അവർ പറയാൻ കാരണം അത് അത്രയും വലിയ കൂടി വരികയാണ്. ഞാൻ തന്നെ ഒരു യാചകന് വന്നിട്ട് ഇവിടെ പള്ളീൻ്റെ കൂടെ ഞാൻ കണ്ടതാണ്, കണ്ണുകൊണ്ട് യാചിക്കുന്ന എപ്പോഴും കണ്ട ഒരു പെണ്ണ് എപ്പോഴും ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട് ആ ഒരു പള്ളിയിൽ യാചിച്ച്. ഞാൻ പിന്നെ ആ പെണ്ണിനെ വേറെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടപ്പോൾ സ്വന്തമായിട്ട് കാർ ഓടിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അല്ലാഹു അത്തരം ഇതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.